നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ മനസ്സിന് പല രീതിയിൽ ഉള്ള പ്രതികരണ ശേഷിയുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ അണിചേർന്നതാണ്. ഒന്നാണ് അപ്പതി. അതായത് ആർക്കെന്ത് പറ്റിയാലും എത്ര ദീനാവസ്ഥയിൽ കിടന്നാലും അയാളോട് അല്ലെങ്കിൽ അവളോട് നമുക്കൊരു യാതൊരു ദയവും കാണുകയില്ല. ഒരു ട്രാഫിക് ആക്സിഡൻ്റൊക്കെ വെറും വീഡിയോ എടുത്ത് കളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർക്ക് മറ്റുള്ളവരെ രക്ഷിക്കാനല്ല ത്വര, അതെടുത്തൊന്ന് എൻജോയ് ചെയ്യാനാണ്. അവരോട് യാതൊരു താല്പര്യവും സ്നേഹവും ആരോടും തോന്നുകയില്ല. അതാണ് അപ്പതി. ഇനിയുണ്ട് സിമ്പതി. ഒരാളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നമുക്ക് അയ്യോ പാവം, എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു സിമ്പതി ഉണ്ടാകും. പക്ഷേ സിമ്പതിക്ക് ഒരു ലിമിറ്റ് വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നാൽ ഈ സിമ്പതി വളർന്ന് അവൻ്റെ വിഷമം അല്ലെങ്കിൽ അവളുടെ വിഷമം നമ്മുടേതായിട്ട് മാറും. നമുക്കങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓ, ആ വിഷമം ഞാനും അനുഭവിക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഒരു ലിമിറ്റ് വരെ എമ്പതി നല്ലതാണ്, എമ്പതറ്റിക് ആയിരിക്കുന്നതും നല്ലതാണ്. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ആ ആൾ, അതായത് ദുരിതം അനുഭവിക്കുന്ന ആൾ നമ്മളിൽ നിന്നും സഹായം കിട്ടിത്തുടങ്ങിക്കഴിയുമ്പോൾ അതൊരു പതിവാക്കുകയും അപ്പോൾ നമ്മളോടുള്ള സ്നേഹം കാണിച്ച് നമ്മളെ വലയിലാക്കാനും ശ്രമിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പരിചയപ്പെടുന്ന പലരുമായിട്ടും പലരെയും കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നാം സഹായിച്ചു പോവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എമ്പതിയാണ്. അവൻ സഹിക്കുന്നത് കണ്ടു, അതിൻ്റെ വിഷമം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് പല സ്ത്രീകളും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലും ചാടിപ്പോകുന്നത്. അവനെ രക്ഷിക്കാൻ എന്ത് ചെയ്യാം, ഈവൻ എൻ്റെ ജീവൻ പോലും കൊടുത്ത് രക്ഷിക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അതാണ് പറയുന്നത്, സിമ്പതിക്കും എമ്പതിക്കും ഇടയിലുള്ള ഒരു വഴി വേണം നിങ്ങൾ തേടാൻ. നിങ്ങൾ ആദ്യം അന്വേഷിക്കുക അത് ജെനുവിനാണോ, ആ കേസ് ജെനുവിനാണോ എന്ന് അന്വേഷിക്കുക. അതിനുശേഷം നിങ്ങളെക്കൊണ്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടും പറ്റുന്ന ഹെൽപ്പ് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ചെയ്തു കൊടുക്കുക. അല്ലാതെ അയാളുടെ സങ്കടം മുഴുവൻ നിങ്ങൾ പേറേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിനകത്ത് അയാൾ എടുത്തു വെക്കേണ്ട അല്ലെങ്കിൽ അവളെ എടുത്തു വെക്കേണ്ട കാര്യമില്ല. അത് ഓരോ കർമ്മഫലമാണ്, കാർമിക് ചക്രയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക. അതിനപ്പുറം എമ്പതിയിലേക്ക് പോയാൽ അത് നിങ്ങളുടെ ജീവിതം തന്നെ വല്ലാതെ ചിലപ്പോൾ നശിപ്പിച്ചു എന്ന് വരാം. ഓർക്കുക, സിമ്പതിയും എമ്പതിയുമുണ്ട്. രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വഴി വേണം നാം തിരഞ്ഞെടുക്കാൻ.